എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറി പറയുന്നത് തന്റേതല്ലാത്ത നാട്ടില് അവിടുത്തെ രീതികളോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ നിങ്ങൾ ഇവിടത്തെയല്ല, നിങ്ങൾ ഡിഫറെന്റ് ആണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ കൂടെ ചേർക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നായിക. നമ്മുടെ കഥ നടക്കുന്നത് ഫ്രാൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈറ്റിലും കുറച്ച് ഡിഫറെന്റ് ആണ്. പ്രിഫറൻസ് നാഷണൽ എന്ന ഫ്രഞ്ചിലും പ്രിഫറൻസ് നാഷണൽ എന്ന ഇംഗ്ലീഷിലും വായിക്കുന്ന ഈ ടേമിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വദേശികൾക്ക് മുൻഗണന എന്നതാണ്. It is a politically lauded phrase which indicates that certain benefits such as right to employment and social security should be restricted to nationals only. ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ജോലി ചെയ്യാനുള്ള അവകാശവും സോഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ ലഭ്യമാവുന്നുള്ളൂ. ഈ ഒരു അവസ്ഥയിലാണ് സെനഗലീസ് ഒറിജിനുള്ള നമ്മുടെ നായിക ഫ്രാൻസിൽ എത്തിപ്പെടുന്നത്. ഫറ്റോഡിയം എഴുതിയിട്ടുള്ള ഈ സ്റ്റോറി മൈഗ്രേറ്റ് ചെയ്ത് ഫ്രാൻസിൽ എത്തപ്പെട്ട ആളുകളുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. ദ ലോ ചേഞ്ച്ഡ് വെരി ക്വയറ്റ്ലി താങ്ക്സ് ടു മിസ്റ്റർ ബോർഡേഴ്സ്. നിയമം വളരെ ശാന്തമായാണ് മാറിയത്. മിസ്റ്റർ ബോർഡേഴ്സിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്തിനാണ് മിസ്റ്റർ ബോർഡേഴ്സിനോട് ഇത്ര നന്ദി? ആരാണ് മിസ്റ്റർ ബോർഡേഴ്സ്? മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളെയല്ല, അതൊരു സിസ്റ്റത്തെയാണ് കാണിക്കുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രാൻസിലെ ആ സിസ്റ്റത്തെയാണ് ഒരു മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുടെ രൂപം കൊടുത്ത് പറയുന്നത്. ഇനി നമുക്കറിയണ്ടേ എന്താണ് ഇവരോട് ഇത്ര അധികം നന്ദിയും കൂറുള്ളതെന്ന്. ഇഫ് യു ആർ മാരിഡ് ടു എ ഫ്രഞ്ച് സിറ്റിസൺ, ഇറ്റ് വിൽ നൗ ടേക്ക് 2 years ഫോർ യു ടു ക്ലെയിം ദ ബെനിഫിറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. നിങ്ങളൊരു ഫ്രഞ്ച് സിറ്റിസനെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോ 2 വർഷം എടുത്തിട്ട് വേണം അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ. ബൈ ദിസ് ഡിലേ മിസ്റ്റർ ബോർഡേഴ്സ് ഇസ് റിലൈയിങ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് കൺട്രിമെൻ ടു ബ്രേക്ക് അപ്പ് ദ റിലേഷൻഷിപ്പ്. സോ മിസ്റ്റർ ബോർഡേഴ്സ് ഈ 2 വർഷത്തെ കാലയളവിൽ റിലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് അവരുടെ സമൂഹത്തിന്റെ ആളുകളുടെ സ്വഭാവത്തെയാണ്. കാരണം അത്ര നല്ല സ്വഭാവമാണെന്നാണ് അവർ പറയണേ. ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ അടിച്ചു പിരിയുന്ന മിസ്റ്റർ ബോർഡേഴ്സിന് നല്ല ബോധ്യമുണ്ട്. ദെൻ ആസ് ദ എക്സ് വൈഫ് ഓഫ് എ ഫ്രഞ്ച് മാൻ, ദ ഫോറിൻ വുമൻ ബിക്കംസ് നോ മോർ ദാൻ ആൻ എക്സ് ഓബ്ജെക്ട്. സിറ്റിസൺഷിപ്പ് ഇല്ലാണ്ട് ഫ്രാൻസിൽ സർവൈവ് ചെയ്യേണ്ടി വരുന്ന ആ മുൻ ഭാര്യ പദവിയുള്ള ഫോറിൻ വുമന് ഒരു വസ്തുവിന്റെ വില പോലും അവിടെ കിട്ടാൻ പോണില്ല. ആൻഡ് ആസ് വിത്ത് എനി ഓബ്ജെക്ട് ഷീ ഹാസ് നോ റൈറ്റ്സ്, നോട്ട് ഈവൻ ദ റൈറ്റ് ടു ഏൺ ആൻ ഓണസ്റ്റ് ലിവിംഗ്. സിറ്റിസൺഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്ത് ജീവിച്ച് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. They won't give me citizenship, but my Senagalese cat has his papers. Perhaps it because he is ginger. ഒരു മനുഷ്യനായ നമ്മുടെ നരേറ്റർക്ക് സിറ്റിസൺഷിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ അവരുടെ സെനഗലീസ് കാറ്റിന് അവരുടെ ഒഫീഷ്യൽ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ചിലപ്പോ ജിഞ്ചർ കളർ ആയതുകൊണ്ടായിരിക്കും അവര് എളുപ്പത്തില് ഒഫീഷ്യൽ പേപ്പേഴ്സ് ശരിയായതെന്നാണ് ഒരു പരിഹാസത്തോടെ നമ്മുടെ നരേറ്റർ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ മിസ്റ്റർ ബോർഡേഴ്സിനോട് ഇത്രയധികം സ്നേഹം അല്ലെങ്കിൽ ഇത്രയധികം നന്ദി നരേറ്റർക്കുള്ളതെന്ന്. ഉള്ള അവസ്ഥ ഒന്നും കൂടെ മോശമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒന്ന് ആക്കി പറഞ്ഞതാണ് വളരെയധികം നന്ദിയുണ്ടെന്ന്. ലോസ് ഓൺലി ഗ്യാദർ പേസ് വെൻ ഓർഡിനറി പീപ്പിൾ സ്റ്റാർട്ട് അപ്ലൈയിങ് ദം. ഒരു നിയമം പ്രാവർത്തികമാവുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾ അത് ഏറ്റെടുക്കുമ്പോഴാണ്. Termites can cause the collapse of African mahogany trees and the size of an anthill depends on the number of worker ants. ഈ സാഹചര്യത്തിന് എക്സാമ്പിൾ ആയിട്ട് നരേറ്റർ പറയുന്നത് ഒരു വലിയ ആഫ്രിക്കൻ മഹാഗണി മരങ്ങളെ വരെ നശിപ്പിക്കാൻ ചിതലുകൾക്ക് സാധിക്കും. മാത്രമല്ല ഒരു ആന്റ് ഹില്ലിന്റെ വലുപ്പം നിശ്ചയിച്ചിരിക്കുന്നത് അതിലുള്ള ഉറുമ്പുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ്. എത്ര ഉറുമ്പുകൾ വർക്ക് ചെയ്യുന്നോ അത്രയും വലുതായിരിക്കും ആ പുറ്റുകളുടെ വലുപ്പം എന്ന് പറയുന്നത്. It is the small employers who make the policy of preference national effective. അതുകൊണ്ട് തന്നെ ചെറിയ എംപ്ലോയേഴ്സ് ആണ് പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത്. I was looking for a job in one of the free papers and came across this ad. ഞാൻ ന്യൂസ് പേപ്പറിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പരസ്യം കണ്ടത്. Large bakery in the city center looking for sales girl. Dialect desirable. Please come to the shop. സിറ്റി സെന്ററിലുള്ള ഒരു വലിയ ബേക്കറിയിലേക്ക് സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട്. അതിനവർ ഡിമാൻഡ് ചെയ്യുന്നത് ഈ സെയിൽസ് ഗേൾ അവിടുത്തെ ഡയലക്ട് സംസാരിക്കണം എന്നാണ്. എന്താണ് ഡയലക്ട്? റീജിയണൽ അല്ലെങ്കിൽ സോഷ്യൽ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയും. നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. മലയാളം എന്ന് പറഞ്ഞ ഭാഷയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന മലയാളം അല്ലെങ്കിൽ തൃശ്ശൂർ സംസാരിക്കുന്ന മലയാളം ഒക്കെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഉപയോഗിക്കുന്ന വാക്കുകളും രീതികളും ഒക്കെ വ്യത്യാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡയലക്ട് എന്ന് പറയുക. I wrote down the address and told a French friend about it on the phone that evening. ഞാൻ നമ്പർ എഴുതിയെടുത്തു, എന്നിട്ട് എൻ്റെ ഒരു ഫ്രഞ്ച് ഫ്രണ്ടിനോട് ഇതിനെ പറ്റി സംസാരിച്ചു.
Are you nuts? She protested. അപ്പൊ തന്നെ അവളോട് ചോദിച്ചു, നിനക്ക് എന്താ വല്ല വട്ടുണ്ടോന്ന്? You could do better than that. നിനക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടും. I have the same qualifications as you and I am finishing my teacher training. എനിക്ക് നിന്റെ അത്ര ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഞാനിപ്പോൾ ടീച്ചർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. യു വിൽ ബി ബോർഡ് സെല്ലിംഗ് ബ്രെഡ് ആൻഡ് പേസ്ട്രീസ് ഓൾ ഡേ. നിനക്ക് ഈ ബ്രെഡും പേസ്ട്രീസ് ഒക്കെ വിറ്റിട്ട് ബോറടിക്കുകയുള്ളൂ. കാരണം നിന്റെ ക്വാളിഫിക്കേഷൻസ് ഇതിനേക്കാൾ എത്രയോ മുകളിലാണ്. ഒരു സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആളല്ല നീ എന്നാണ് ഫ്രണ്ട് ഉപദേശിക്കുന്നത്. I would be happy to do something else, I replied. എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ സന്തോഷമേ. My qualifications may be French, sweetie, but my brain isn't recognized as such, and so it is not allowed to function. എനിക്ക് ചിലപ്പോൾ ഫ്രഞ്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവാം, പക്ഷേ ഈ സമൂഹം എന്റെ ഇന്റലിജൻസിനെ അംഗീകരിക്കുകയോ അത് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുകയോ ചെയ്യുന്നില്ല. ആൻഡ് ഇൻ ദ മീൻ ടൈം ഐ ഹാവ് ടു ഈറ്റ്. അതേസമയം എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, എനിക്ക് ജീവിക്കണമല്ലോ. അറ്റ്ലീസ്റ്റ് സെല്ലിംഗ് ബ്രെഡ് ഐ വോണ്ട് സ്റ്റാർവ്. ബ്രെഡെങ്കിൽ ബ്രെഡ് വിറ്റിട്ട് എനിക്ക് പട്ടിണിയില്ലാണ്ട് ജീവിക്കാമല്ലോ. അതാണ് എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ബട്ട് ദിസ് ഇസ് റിഡിക്യുലസ്, ഷീ സെഡ്. ഐ എം ഷുവർ യു ക്യാൻ ഫൈൻഡ് സംതിങ് എൽസ്. പക്ഷെ നീ ഒരു പൊട്ടത്തരാണ് ചെയ്യാൻ പോണത്. നിനക്ക് എന്തായാലും ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടും. ഐ ഹാഡ് ഹേർഡ് സച്ച് കമന്റ്സ് 100 times. ഒരു 100 വട്ടെങ്കിലും ഞാൻ ഇത്തരത്തിലുള്ള കമന്റ്സ് കേട്ടിട്ടുണ്ട്. My French friends had no awareness about what life here was like for me. എന്റെ ഫ്രഞ്ച് ഫ്രണ്ട്സിനൊന്നും അറിയില്ല എന്നെ പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കണേന്ന്. The next morning I went to the bakery. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബേക്കറിയിലേക്ക് പോയി. Apart from the chocolate cakes, everything was white. അവിടെ ചോക്ലേറ്റ് കേക്ക് ഒഴികെ ബാക്കി എല്ലാതും വെള്ളയായിരുന്നു. The boss welcomed me with a German mustache, an Alsace accent, a hat in the colors of French flag. ഒരു ജർമ്മൻ സ്റ്റൈൽ മുസ്റ്റാഷ് ഒക്കെ വെച്ച് അൽസാസ് ആക്സെന്റില് ഫ്രഞ്ച് ഫ്ലാഗിന്റെ കളേഴ്സ് ഉള്ള തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോസാണ് എന്നെ സ്വാഗതം ചെയ്തത്. From the way he stared at me, I knew I hadn't made it through the qualifying round. അദ്ദേഹം എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ അവിടെ എടുക്കാൻ പോണില്ല എന്ന്. This man didn't like chocolate and the flesh. ഇദ്ദേഹത്തിന് കേക്സിലുള്ള ചോക്ലേറ്റ് കളറെ പിടിക്കൂ തോന്നുന്നു. തൊലിപ്പുറമെയുള്ള ചോക്ലേറ്റ് കളർ അയാൾക്ക് അത്ര ഇഷ്ടമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. I forced myself to smile and said, "Hello sir, I have come for the job you advertised." തുടക്കം തന്നെ മനസ്സിലായി എനിക്ക് ഈ ജോലി കിട്ടില്ല. എന്നിരുന്നാലും ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഞാൻ പരസ്യം കണ്ട് ഈ ജോലിക്കായിട്ട് വന്നതാണെന്ന്. He shook his head and said, "Oh, speak a little Alsatian, do you?" അദ്ദേഹം തലാട്ടിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ അൽസാസിയൻ ഡയലക്ട് സംസാരിക്കില്ലേ? It's true that the ad had said dialect desirable, but I had come with mine rather than his. സംഭവം സത്യമാണ്, പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലക്ട് ഡിസൈറബിൾ എന്ന്. ആ ഭാഗത്ത് അൽസാസിയൻ സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ആ ഡയലക്ട് സംസാരിക്കുന്നവരെയാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്നത് എന്റെ സ്വന്തം ഡയലക്ട് കൊണ്ടാണ്. Now he was asking me to connect with his clients in Alsatian. So I gave him the reply he was expecting and hoping for. No sir. ഇപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലയൻസുമായിട്ട് അൽസാസിയൻ ഡയലക്റ്റില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ആ ഡയലക്റ്റ് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന് വേണ്ട ഉത്തരം ഞാൻ കൊടുത്തു, ഇല്ല, എനിക്ക് ആ ഡയലക്റ്റ് അറിയില്ല എന്ന്. I could see the refusal in his muddy colored eyes. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് ഒരു ബ്രൗണിഷ് കളറാണ്. ആ കണ്ണുകളിലെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ മനസ്സിലായി അദ്ദേഹത്തിന് എന്നെ എടുക്കാൻ താല്പര്യമില്ല എന്ന്. As if to both justify that refusal and humiliate me, he said, "Why don't you go and work in your own country?" അദ്ദേഹത്തിന്റെ റിഫ്യൂസലിനെ ന്യായീകരിക്കാനായിട്ടും എന്നെ ഒന്ന് അപമാനിക്കാനായിട്ടും അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പോയി വർക്ക് ചെയ്തുകൂടാ? Internally I let loose. ഇത് കേട്ടപ്പോൾ തന്നെ എന്റെ ഉള്ളില് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനാണ് തോന്നിയത്. You ought to be asking me why I even want your stinking job. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ എന്താണ് നിങ്ങളുടെ ഈ പൊട്ട ജോലിക്ക് ഞാൻ വന്നേന്ന്? ഗുഡ് ബൈ സർ, യു ഹാവ് impoverished our African soil by making us grow sugarcane and peanuts for your people. ഞങ്ങളുടെ ആഫ്രിക്കൻ സോയിലില് നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് കരിമ്പും പീനട്സും ഒക്കെ കൃഷി ചെയ്യിച്ച് ഞങ്ങളെ ദരിദ്രരാക്കി. യു ഹാവ് പ്ലഞ്ചർഡ് അവർ റിസോഴ്സസ് ടു എൻറിച്ച് യുവർ കൺട്രി അറ്റ് അവർ എക്സ്പെൻസ്. നിങ്ങളുടെ രാജ്യത്തെ സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ റിസോഴ്സ് ഞങ്ങളുടെ ചെലവിൽ തന്നെ നിങ്ങൾ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. ആൻഡ് ടു ടോപ്പ് ഇറ്റ് ഓൾ ഓഫ്, യു ഹാവ് യൂസ്ഡ് മൈ പീപ്പിൾ ആസ് കാനൻ ഫോഡർ ഇൻ യുവർ വാർ. ഇതിനെല്ലാം മേളില് നിങ്ങളുടെ യുദ്ധത്തിനായിട്ട് ഞങ്ങളുടെ ആളുകളെ വെറും യുദ്ധവസ്തുവായിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചത്. A war in which you made them kill in the name of a freedom you refused them in their own African soil.
അവരുടെ സ്വന്തം മണ്ണിൽ നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ യുദ്ധത്തിന് കൊണ്ടുപോയിട്ട് അവരെ എല്ലാം നിഷ്കരണം നിങ്ങൾ കൊന്നിട്ടുള്ളത്. ഇത്രയും പറയണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നരേറ്റർ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. Still without work, 3 days later, I started looking through the free paper again. വർക്കില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 3 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും പേപ്പറിൽ ജോലിക്കായിട്ട് തിരഞ്ഞു തുടങ്ങി. A new ad caught my eye. പുതിയൊരു പരസ്യം ഞാൻ കണ്ടു. Tutor required for French lessons. ഫ്രഞ്ച് ലെസൺസ് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറെ ആവശ്യമുണ്ട്. ഡിഗ്രി എസെൻഷ്യൽ, കോൾ ആഫ്റ്റർ 7 PM. ഡിഗ്രി ഉള്ള ഒരാളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. വൈകിട്ട് 7 മണിക്ക് ശേഷം വിളിക്കാനാണ് പറയുന്നത്. I took down the number, but this time didn't mention it to my friend. ഞാൻ നമ്പർ ഇപ്രാവശ്യവും എഴുതിയെടുത്തു, പക്ഷെ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞില്ല. കാരണം എന്താ? She would have asked me how it had gone at the bakery and wouldn't have believed what I told her. വിളിച്ചു കഴിഞ്ഞാൽ അവൾ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ബേക്കറിയിലെ ഇന്റർവ്യൂ എന്ന്. നടന്ന കാര്യം പറഞ്ഞാലോ അവർ വിശ്വസിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ വട്ടം ഞാൻ ഫ്രണ്ടിനോട് പറയണ്ടെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. At 7:10 PM, I rang the number. A woman answered. 7:10 തന്നെ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ ഒരു സ്ത്രീയാണ് അത് ആൻസർ ചെയ്തത്. She told me she was a cashier at one of the big Strasbourg supermarket. സ്ട്രാസ്ബൂറിലെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റില് കാഷ്യർ ആയിട്ടാണ് ആ സ്ത്രീ വർക്ക് ചെയ്യുന്നത്. She was looking for someone to tutor her 11-year-old daughter. അവർക്ക് അവരുടെ 11 വയസ്സായ മകളെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറെ ആവശ്യമുണ്ട്. She suggested meeting the following afternoon in a city center cafe. അവർ സജസ്റ്റ് ചെയ്തത് ഒരു സിറ്റി സെന്റർ കഫേയിൽ മീറ്റ് ചെയ്യാമെന്നായിരുന്നു. When I arrived at the cafe, it was packed, but Madame had told me she would be wearing a white jersey with blue stripes. ഞാൻ കഫേയിൽ ചെന്നപ്പോൾ കഫേ നല്ല പാക്ഡ് ആയിരുന്നു. പക്ഷേ ആളെ തിരിച്ചറിയാനായിട്ട് മദാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ സ്ട്രൈപ്സ് ഉള്ള ഒരു വൈറ്റ് ജേഴ്സിയാണ് അവർ ധരിച്ചിട്ടുണ്ടാവുക എന്ന്. I spotted her immediately. അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. I introduced myself and showed her a part of my brain that had been lying dormant in a folder, the famous degree. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം കാലങ്ങളായിട്ടൊരു ഫോൾഡറിൽ ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന എന്റെ ബ്രെയിനിന്റെ ഒരു ഭാഗം അവർക്ക് കാണിച്ചു കൊടുത്തു. എന്തായിരിക്കും അത്? താൻ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് ആ വുമന് കാണിച്ചു കൊടുക്കുന്നത്. Then the waiter approached in a friendly way and asked, And for you, madam? അപ്പോഴാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനറിൽ അവിടുത്തെ വെയിറ്റർ വന്ന് ചോദിച്ചത് എന്താണ് മദാം വേണ്ടത് എന്ന്. I ordered some kind of mocktail, thinking that's funny. When they want to sell something, national preference is nowhere to be seen. The waiter brought my glass. ഞാൻ ഓർഡർ ചെയ്തത് ഒരു മോക്ടെയിൽ ആണ്. എനിക്കത് വളരെ രസകരമായിട്ടാണ് തോന്നിയത്. അവർക്ക് ഒരു കാര്യം വിൽക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അത് വേറൊരാൾ വാങ്ങിക്കേണ്ടി വരുമ്പോൾ അവർക്ക് നാഷണൽ പ്രിഫറൻസ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അവരവരുടെ പ്രൊഡക്റ്റ് വിൽക്കൂല്ലേ. The woman opposite me examined the piece of paper, then gave it back to me, saying, I want a European type person. ഞാൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് നന്നായി ഒന്ന് എക്സാമിൻ ചെയ്തതിന് ശേഷം അതെനിക്ക് അവർ തിരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു എനിക്കൊരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സണെയാണ് വേണ്ടത്. Lifting her chin in the air, she added, I don't want anyone messing up my child's education. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, എന്റെ മകളുടെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുന്ന ഒരാളെയും എനിക്ക് വേണ്ട എന്നാണത്. Madame is French, true, but hasn't even passed her degree and seems to think she could not tutor her daughter herself. അപ്പൊ നമ്മുടെ നരേറ്റർ ആലോചിക്കാണ്, എന്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീ ഒരു ഫ്രഞ്ചുകാരിയാണ്, അവർക്ക് വേണമെങ്കിൽ അവരുടെ മകളെ ഫ്രഞ്ച് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താ സംഭവം? അവർക്കൊരു ഡിഗ്രി പോലും ഇല്ല. മാത്രമല്ല ഈ സ്ത്രീക്ക് അവരുടെ മകൾക്ക് ഒരു ഫ്രഞ്ച് ലെസൺ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. She is refusing me work on account of my black lips, which can drown the niceties of French grammar better than hers. അവരെന്തുകൊണ്ടാണ് എന്നെ ഒഴിവാക്കുന്നത്? എന്റെ ബ്ലാക്ക് ലിപ്സ് കൊണ്ടാണ്. ബ്ലാക്ക് ലിപ്സ് എന്ന് വെച്ചാൽ എന്താ? ഇവരൊരു കറുത്ത വർഗ്ഗക്കാരി ആയതുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കുന്നത്. വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ നരേറ്റർ പറയാണ്, എന്നാൽ ഇതേ ബ്ലാക്ക് ലിപ്സിന് ഇവരെക്കാൾ നന്നായി ഫ്രഞ്ച് ഗ്രാമറിന്റെ സൂക്ഷ്മതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഫ്രഞ്ച് സിറ്റിസൺ ആയിട്ടുള്ള ഈ സ്ത്രീയെക്കാളും നന്നായിട്ട് എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ നരേറ്റർ അവകാശപ്പെടുന്നത്. Pouring mocktail on top of my rage, I stand up and leave her with this parting shot. Goodbye, madame. If you had what I have between my ears, you wouldn't be working as a supermarket cashier. തന്റെ അറിവിനെ ചോദ്യം ചെയ്ത ആ സ്ത്രീയോട് വളരെയധികം ദേഷ്യം തോന്നിയിട്ടുള്ള നമ്മുടെ നരേറ്റർ അവിടെ നിന്നപ്പോ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, എന്റെ ചെവികൾക്കിടയിലുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ സൂപ്പർ മാർക്കറ്റ് കാഷ്യർ ആയിട്ട് ജോലി ചെയ്യില്ലായിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എനിക്കുണ്ടായിരുന്ന ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രി ഒക്കെ എടുത്ത് ഉയർന്ന സാലറി കിട്ടുന്ന മറ്റെന്തെങ്കിലും ജോലി ചെയ്തേനെ എന്നാണ് നമ്മുടെ നരേറ്റർ ഉദ്ദേശിച്ചത്. അതും പറഞ്ഞ് അവരോടൊന്ന് ഇറങ്ങി പോവാണ്. Come back, she cries. You haven't paid for your drink.
ഈ ഡയലോഗും പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ആ സ്ത്രീ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പണി തന്നിട്ടാണ് നരേറ്റർ ഇറങ്ങിപ്പോകുന്നതെന്ന്. കാരണം ആള് കുടിച്ച മോക്ടെയിലിന്റെ പൈസ ആള് കൊടുത്തിട്ടില്ല. തിരിച്ചു വരും, നിങ്ങളുടെ ഡ്രിങ്കിന്റെ പൈസ കൊടുത്തിട്ട് പോകുന്നു. No, I say wryly. ഞാൻ പരിഹാസത്തോടു കൂടെ തിരിച്ചു പറഞ്ഞു, സൗകര്യമില്ല, ഞാൻ വരില്ലാന്ന്. The pleasure is all yours, madam. Think of it as travel expenses. Being a cashier, you will know that everything must be paid for, even the services of coloreds, as you call us. കുഴപ്പമില്ല മാഡം, അത് നിങ്ങൾ അടച്ചോളൂ, ഇതൊരു ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. നിങ്ങളൊരു കാഷ്യർ അല്ലേ, സോ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാലോ. നിങ്ങൾ ഞങ്ങളെ കളേർഡ്സ് അല്ലേ വിളിക്കുന്നേ, സോ കളേർഡ്സിന്റെ സർവീസിനായാലും പേ ചെയ്യണല്ലോ. അതുകൊണ്ട് ട്രാവൽ എക്സ്പെൻസിനായിട്ട് ചെലവാക്കിയതാന്ന് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞ് തന്നെ അപമാനിച്ചതിന് തിരിച്ചൊരു കൊട്ടുകൊടുത്ത സന്തോഷത്തിൽ ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഐ ഹേർഡ് ദ കാഷ്യർ യെൽ, ഗോ ബാക്ക് ടു യുവർ ജംഗിൾ. ഇതും പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ബാക്ക്ഗ്രൗണ്ടില് ഞാൻ ആ സ്ത്രീ ഇങ്ങനെ അലറി പറയുന്നത് കേട്ടു, നിങ്ങൾ നിങ്ങളുടെ കാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. മൈ മദർ ഇൻ ലോ ഹാഡ് ഷൗട്ടഡ് എക്സാക്ട്ലി ദ സെയിം ഫ്രൈസ് അറ്റ് മീ. നമുക്കറിയാം നമ്മുടെ നരേറ്റർ ഇവിടെ ഒരു ഫ്രഞ്ച് സിറ്റിസനെ കല്യാണം കഴിച്ച് എത്തിയതാണ്. അപ്പൊ എന്റെ അമ്മായിമ്മയും എന്നോട് ഈ സെയിം സാധനം ഞാൻ പറഞ്ഞത് തിരിച്ച് കാട്ടിലേക്ക് പോകാനായിട്ട്. കാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞ പാടെ തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു, യു ഷുഡ് കം വിത്ത് മീ ഫോർ ദ ഫ്രഷ് എയർ ഇൻ ദ ജംഗിൾ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും എന്റെ കൂടെ വരണം, അവിടെ നല്ല ഫ്രഷ് എയർ കിട്ടും കാട്ടിലെന്ന്. ഇറ്റ്സ് റിവൈറ്റലൈസിംഗ് ആൻഡ് വുഡ് save your facelift. അവിടുത്തെ ഫ്രഷ് എയർ എന്തായാലും നിങ്ങൾക്ക് ഒരു പുതുജീവൻ തരും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫേസ് ലിഫ്റ്റ് സേവ് ചെയ്യാനും പറ്റും. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതുവഴി നമ്മുടെ ഫേഷ്യൽ അപ്പിയറൻസ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഫേസ് ലിഫ്റ്റ് ചെയ്താല് നമ്മുടെ മുഖം ഒന്നും കൂടെ ചെറുപ്പമൊക്കെ ആയിട്ട് തോന്നും. നരേറ്റർ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ആ ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഒന്നും കൂടെ ചെറുപ്പാവും, ഈ ഫേസ് ലിഫ്റ്റിന്റെ ഒരു ആവശ്യം വരില്ല എന്നാണ്. ഇതും കൂടെ കേട്ടപ്പോ ആ സ്ത്രീയുടെ ദേഷ്യം സഹിക്കാൻ പറ്റാത്ത അത്രയും മോളിക്ക് പോയി. She sat there muttering. ആ സ്ത്രീ അവിടെ ഇരുന്ന് പിറുപിറുക്കാൻ തുടങ്ങി. She was scarlet. ദേഷ്യം കൊണ്ട് മുഖം ഇങ്ങനെ ചോന്നു. Inside, I thanked God for not afflicting me with that particular mark of embarrassment or anger. ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. കാരണം ഇവരുടെ സ്കിൻ കുറച്ച് ഡാർക്ക് ആയത് കാരണം നാണക്കേട് വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ നമ്മുടെ മുഖം ചോക്കുമല്ലോ. കുറച്ച് ലൈറ്റ് സ്കിൻ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വിസിബിൾ ആവും. പക്ഷെ ഇവരുടെ സ്കിൻ ഡാർക്ക് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള എംബാരസ്മെന്റോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും മുഖത്ത് വരില്ല. അപ്പൊ ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു സ്കിൻ തന്നേന്. മൈ സ്കിൻ അറ്റ് ലീസ്റ്റ് ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി. എന്റെ ഈ സ്കിൻ എപ്പോഴും അതിന്റെ അന്തസ് നിലനിർത്താറുണ്ട്. ഗുഡ് റിഡൻസ് മാഡം. അതും പറഞ്ഞ ആളവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. That evening, I called a friend from college, a real white girl. ഞാൻ എന്റെ കോളേജിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വന്ന് വൈകുന്നേരം തന്നെ. അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട് അവരൊരു വൈറ്റ് ഗേൾ ആണ്. She was looking for some part-time work while she did her degree. അവർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു പാർട്ട് ടൈം വർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. I gave her the cashier's number. So ഈ ജോലി അവർക്ക് എന്തായാലും ഉപകാരമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ കാഷ്യറിന്റെ നമ്പർ അവർക്ക് കൊടുത്തു. The next evening, her happy voice rang out of my answering machine. Thanks for your tip. I started work for that lady this morning. But if you are interested, she has a neighbor who is looking for a cleaner. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ അവരെന്നെ വിളിച്ചു. വളരെ സന്തോഷത്തിലാണ് അവർ സംസാരിച്ചത്. വളരെ നന്ദിയുണ്ട്, ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇന്ന് രാവിലെ തൊട്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട്. നീ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ സ്ത്രീയുടെ നെയ്ബർക്ക് ഒരു ക്ലീനറിനെ ആവശ്യമുണ്ട്, നീ വേണമെങ്കിൽ അവരെ വിളിച്ച് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. ഇവരുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. എത്രയൊക്കെ പഠിച്ചാലും അതൊന്നും റെസ്പെക്ട് ചെയ്യാത്തൊരു കൾച്ചറിൽ കൂടിയാണ്, വളരെ ശ്വാസം മുട്ടിയിട്ടാണ് നമ്മുടെ നരേറ്ററെ പോലുള്ള ആളുകൾ അവിടെ ജീവിക്കുന്നത്. എന്നാൽ നമുക്കതിലെ സൈഡ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം അല്ലേ. What change did Mr. Borders bring to the process of granting French citizenship? Citizenship കിട്ടുന്ന പ്രോസസ്സിൽ എന്ത് ചേഞ്ച് ആണ് മിസ്റ്റർ ബോർഡേഴ്സ് വരുത്തിയത്? Mr. Borders changed the law so that foreigners who marry French citizens cannot get citizenship quickly anymore. ഇനി ഒരിക്കലും ഫ്രഞ്ച് സിറ്റിസനെ കല്യാണം കഴിച്ചു വരുന്ന ഒരാൾക്ക് വേഗം തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല. They must now wait 2 years before they can enjoy the rights and benefits of French citizenship. ഫ്രഞ്ച് സിറ്റിസൺഷിപ്പിന്റെ അവകാശങ്ങളും ബെനിഫിറ്റ്സും ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ അവർക്ക് 2 വർഷം കാത്തിരുന്നേ മതിയാവൂ. 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. My Senagalese cat has his papers. Perhaps it's because he is ginger. എന്റെ സെനഗലീസ് കാറ്റിന് വരെ ഒഫീഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവൻ ജിഞ്ചർ ആയതുകൊണ്ടായിരിക്കും എന്നാണ് നമ്മുടെ നരേറ്റർ പറയുന്നത്. Comment on the satire in the statement. The statement is satirical because the author shows the absurdity of racism. കളറിന്റെ മുകളിലുള്ള ഡിസ്ക്രിമിനേഷനെ കാണിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നരേറ്റർ കൊടുത്തിട്ടുള്ളത്. ഹർ കാറ്റ് ഹാസ് പേപ്പേഴ്സ് വൈൽ ഇമിഗ്രൻസ് ഡു നോട്ട്. കാറ്റിന് വരെ അതിന്റെ പേപ്പേഴ്സ് ഉണ്ട്, പക്ഷെ അവിടുത്തെ ഇമിഗ്രൻസിന് അപ്പോഴും അതൊന്നും ശരിയായിട്ടില്ല. ബൈ മെൻഷനിങ് ദാറ്റ് ദ കാറ്റ് ഇസ് ജിഞ്ചർ, ഷീ മോക്സ് ഹൗ പീപ്പിൾ ആർ ജഡ്ജ്ഡ് ബൈ കളർ. ഇവിടെ കാറ്റിന്റെ കളർ ജിഞ്ചർ ആയതുകൊണ്ടായിരിക്കും എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്?
കളർ വെച്ച് ജഡ്ജ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് റോൾ ഡു ഓർഡിനറി പീപ്പിൾ പ്ലേ ഇൻ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ്? ഈ നിയമമെല്ലാം എൻഫോഴ്സ് ചെയ്യുന്നതിൽ സാധാരണ ജനങ്ങളുടെ റോൾ എന്താണ്? How does the author establish this? Ordinary people play an important role in enforcing laws because laws become effective only when people apply them in daily life. നിയമങ്ങൾ പ്രാവർത്തികമാകുന്നത് ആളുകളുടെ ഡെയിലി ലൈഫിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. The author explains this by using examples from nature. പ്രകൃതിയിൽ നിന്ന് എക്സാമ്പിൾസ് എടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Such as termites and ants. To show the small actions by many individuals create big results. ചെതലിനെയും ഉറുമ്പിന്റെയും ഒക്കെ വർക്ക് കാണിച്ചിട്ടാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആക്ടുകൾ കുറേ ആളുകൾ ചെയ്യുമ്പോഴാണ് വലിയ റിസൾട്ട് ഉണ്ടാവുന്നത്. ഇൻ ദ സെയിം വേ സ്മോൾ എംപ്ലോയേഴ്സ് ഹെൽപ് ടു എൻഫോഴ്സ് ദ പോളിസി ഓഫ് പ്രിഫറൻസ് നാഷണൽ by refusing jobs to immigrants. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ എംപ്ലോയേഴ്സ് ഇമിഗ്രൻസിന് ജോലി കൊടുക്കാൻ വിസമ്മതിക്കുന്നത് വഴി പ്രിഫറൻസ് നാഷണൽ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അവരെ മുൻഗണന കൊടുക്കുന്നത് അവരുടെ ആളുകൾക്ക് മാത്രമാണെന്ന് സാരം. വാട്ട് അഡ്വർടൈസ്മെന്റ് ഡിഡ് ദ നറേറ്റർ കം അക്രോസ് ഇൻ ദ ഫ്രീ പേപ്പേഴ്സ്? എന്ത് പരസ്യമാണ് അവർ കണ്ടത്? The narrator saw a job advertisement for a sales girl in a bakery stating dialect desirable. ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു സെയിൽസ് ഗേളിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമാണ് അവർ കണ്ടത്. Why did the author's French friend try to discourage her from applying for the job at the bakery? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഥറിന്റെ ഫ്രഞ്ച് ഫ്രണ്ട് ഈ ബേക്കറിയിൽ സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ നിന്നും ആളെ ഡിസ്കറേജ് ചെയ്തത്? The French friend believed the author was overqualified for the job. അതായത് ഈ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനേക്കാളും അധികം ക്വാളിഫിക്കേഷൻ ഉണ്ട് നമ്മുടെ ഓഥറിന്. She felt that with the same qualifications the author could find a better job and would be bored selling bread and pastries all day. അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് ഇതിനും നല്ല ജോലി കിട്ടും എന്നാണ് ആ ഫ്രഞ്ച് ഫ്രണ്ട് പറഞ്ഞത്. മാത്രമല്ല ദിവസം മുഴുവനും ഈ ബ്രെഡും പേസ്ട്രീസും വെച്ച് അവർക്ക് ആകെ ബോറടിക്കും എന്നും കൂടെ പറയുന്നുണ്ട്. What were the author's reasons for applying for the job at bakery? എന്തുകൊണ്ടാണ് ബേക്കറിയിലെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് ഓഥർ തീരുമാനിച്ചത്? Even though the author is highly qualified, she is not treated as French, so she is not allowed to use her education or skills to work. അവർ വളരെയധികം ക്വാളിഫൈഡ് ആണെങ്കിൽ കൂടി അവരെ ഫ്രഞ്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല ആരും. കാരണം ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എഡ്യൂക്കേഷനോ സ്കിൽസോ ഒന്നും ഉപയോഗിക്കാനായിട്ട് അലൗഡുമല്ല. ഷീ നീഡഡ് ടു earn money to survive and selling bread would at least prevent her from starving. അവർക്ക് ജീവിക്കാനായിട്ട് പൈസയുടെ ആവശ്യമുണ്ട്. ഈ ബ്രെഡ് വിറ്റിട്ടെങ്കിലും തനിക്ക് പട്ടിണി ഇല്ലാണ്ട് കിടക്കാലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. How does the author highlight the racial bias of owner of the bakery? ബേക്കറിയുടെ ഓണറുടെ റേഷ്യൽ ബയസിനെ കാണിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. The author describes how everything in the bakery was white except the chocolate cakes and how the owner stared at her with disapproval. അവിടെ ചെന്നപ്പോൾ തന്നെ നറേറ്റർ പറയുന്നുണ്ട് ഈ ബേക്കറിയിൽ ചോക്ലേറ്റ് കേക്ക്സ് ഒഴികെ ബാക്കി എല്ലാതും വൈറ്റ് ആണെന്ന്. ബേക്കറിയിൽ ചെന്നപ്പോൾ തന്നെ ഓണറുടെ കണ്ണുകളിൽ ആ റെഫ്യൂസൽ കാണാമായിരുന്നു. അതായത് നിങ്ങളെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു വിസമ്മതം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കാണാമായിരുന്നു. She also notes that she had failed the qualifying round, suggesting the rejection was based on her appearance rather than her abilities. നറേറ്റർക്ക് മനസ്സിലായി എന്നെ ഇവിടെ എടുക്കാൻ പോകുന്നില്ല എന്ന്. കാരണം അവരെന്റെ എബിലിറ്റീസിനെ വെച്ചിട്ടല്ല ജഡ്ജ് ചെയ്യാൻ പോകുന്നത്, എന്റെ അപ്പിയറൻസിനെ വെച്ചിട്ടാണ്. I hadn't made it through the qualifying round. What does the narrator mean by the expression qualifying round? എന്താണ് ഇവിടെ നറേറ്റർ ക്വാളിഫൈങ് റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The qualifying round refers to the unspoken discriminatory test based on race, appearance or origin rather than skills or qualifications. ക്വാളിഫൈങ് റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നോട്ടം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ കൊണ്ടും നമ്മുടെ റേസിനെയും അപ്പിയറൻസിനെയും ഒറിജിനെയും ഒക്കെ നോക്കി അളന്നു കഴിഞ്ഞു. അതാണ് ആ ക്വാളിഫൈങ് റൗണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മുടെ നറേറ്റർ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. കാരണം അവരൊരു കറുത്ത വർഗ്ഗക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ ഇവിടെ സെയിൽസ് ഗേൾ ആയിട്ട് നിർത്താനായിട്ട് ആ ഓണറിന് താല്പര്യമില്ല എന്ന് ആ കണ്ണിലെ എക്സ്പ്രഷൻ കൊണ്ട് തന്നെ മനസ്സിലാവുമായിരുന്നു. അത് അവരുടെ സ്കില്ലോ ക്വാളിഫിക്കേഷനോ വെച്ചിട്ടല്ല, വെറുതെ അവരുടെ അപ്പിയറൻസും പിന്നെ അവരുടെ ഒറിജിനും ഒക്കെ വെച്ചിട്ടാണ്. She meant that she was rejected before even being fairly considered for the job. ജോലിക്ക് വേണ്ടി കൺസിഡർ ചെയ്ത് പോലും ഇല്ല, അതിനു മുമ്പ് തന്നെ അവരുടെ കളറും ഒറിജിനും വെച്ച് റിജക്ട് ചെയ്യാണ് ചെയ്തത്. What did the bakery owner demand? എന്താണ് ബേക്കറി ഓണർ ഡിമാൻഡ് ചെയ്തത്? The bakery owner demanded that the applicant be able to speak Alsatian dialect, expecting her to communicate with customers in Alsatian rather than her own dialect.
ആ പരസ്യത്തിൽ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഡയലക്ട് ഡിസൈറബിൾ എന്ന്. ബേക്കറി ഓണർക്ക് അവരുടെ കസ്റ്റമേഴ്സിനോട് അൽസാസിയൻ ഡയലക്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. വാട്ട് വാസ് ദ വൈറ്റ് ബേക്കറി ഓണേഴ്സ് മോസ്റ്റ് ഹ്യൂമിലിയേറ്റിംഗ് ക്വസ്റ്റ്യൻ? തന്നെ അപമാനിക്കാനായിട്ട് എന്ത് ചോദ്യമാണ് ബേക്കറി ഓണർ ചോദിച്ചത്? വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി? എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് പോയി അവിടെ വർക്ക് ചെയ്തുകൂടാന്ന്? വാട്ട് ഡിഡ് ദ നറേറ്റർ തിങ്ക് വെൻ ദ ബേക്കറി ഓണർ ഹ്യൂമിലിയേറ്റഡ് ഹർ? തന്നെ അപമാനിച്ചപ്പോ ബേക്കറി ഓണർ എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക? When the bakery owner humiliated her, the narrator felt angry and resentful. വളരെയധികം ദേഷ്യം വരാണ് ചെയ്തത്. She thought that Europeans had exploited Africa, taken its resources, forced Africans to fight in their wars, and denied them freedom in their own countries. So she felt the man had no right to look down on her or insult her. തന്നെ അപമാനിച്ചപ്പോ നരേറ്ററിന് നല്ല ദേഷ്യമാണ് വന്നേ. നരേറ്റർ അപ്പൊ ആലോചിച്ചത് ഇതാണ്: യൂറോപ്യൻസ് ആണ് അമേരിക്കയെ ദരിദ്ര രാജ്യമാക്കി മാറ്റിയത്. തന്റെ രാജ്യം സമ്പന്നമാക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കൻസിന്റെ റിസോഴ്സസ് ഒക്കെ എടുത്തുകൊണ്ടുപോയി. മാത്രമല്ല ആഫ്രിക്കൻസിനെ അവരുടെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യുദ്ധവസ്തു പോലെ ഉപയോഗിച്ചു. എന്നിട്ട് അവരെയൊക്കെ കൊന്നു. അവരുടെ സ്വന്തം രാജ്യത്ത് പോലും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നാണ് സത്യം. സോ ഇത്രയൊക്കെ ക്രൂരതയോടെ പെരുമാറിയിട്ടുള്ള നിങ്ങൾക്ക് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നാണ് നരേറ്റർ ആലോചിച്ചത്. വാട്ട് വാസ് ദ സെക്കൻഡ് ജോബ് ദ നരേറ്റർ അപ്ലൈഡ് ഫോർ? നരേറ്റർ അപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ ജോലി എന്തായിരുന്നു? ഒരു ഫ്രഞ്ച് ട്യൂട്ടറുടെ ജോലിയായിരുന്നു. ഹൗ വുഡ് ദ നരേറ്റർ ഐഡന്റിഫൈ ദ കാഷ്യർ അറ്റ് ദ സ്ട്രാസ്ബൂർഗ് സൂപ്പർ മാർക്കറ്റ്? എങ്ങനെയാണ് നമ്മുടെ നരേറ്റർ ഈ സ്ത്രീയെ കണ്ടുപിടിച്ചത്, ഐഡന്റിഫൈ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ദ കാഷ്യർ സെഡ് ഷീ വുഡ് ബി വെയറിംഗ് എ വൈറ്റ് ജേഴ്സി വിത്ത് ബ്ലൂ സ്ട്രൈപ്സ്. കാഷ്യർ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാൻ നീല വരകളുള്ള ഒരു വൈറ്റ് ജേഴ്സിയാണ് ധരിക്കാന്ന്. അത് വെച്ചിട്ടാണ് വേഗം തന്നെ നരേറ്റർ ഐഡന്റിഫൈ ചെയ്തത്. വൈ ഡിഡ്ന്റ് ദ നരേറ്റർ മെൻഷൻ ദ സെക്കൻഡ് ആഡ് ടു ഹർ ഫ്രണ്ട്? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പരസ്യത്തെ പറ്റി ഫ്രണ്ടിനോട് നരേറ്റർ പറയാതിരുന്നത്? ബിക്കോസ് ഹർ ഫ്രണ്ട് വുഡ് ഹാവ് ആസ്ക്ഡ് ഹൗ ഇറ്റ് വെന്റ് അറ്റ് ദ ബേക്കറി ആൻഡ് വുഡന്റ് ഹാവ് ബിലീവ്ഡ് വാട്ട് ദ നരേറ്റർ ടോൾഡ് ഹർ. ഫ്രണ്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ബേക്കറിയിലെ ഇന്റർവ്യൂ എന്ന്. നടന്ന കാര്യങ്ങൾ പറഞ്ഞാലോ അവരത് വിശ്വസിക്കാനും പോണില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ പരസ്യത്തെ പറ്റി വിളിച്ചു പറയാതിരുന്നത്. വാട്ട് ഡസ് ദ നരേറ്റർ മീൻ ബൈ ദ വേർഡ്സ് when it's time to cash up, national preference is nowhere to be seen? ക്യാഷ് ആഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നാഷണൽ പ്രിഫറൻസ് ഒന്നും എവിടെയും കാണില്ല എന്ന് നരേറ്റർ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആ വർക്കിംഗ് ഡേയുടെ അവസാനം ആകുമ്പോൾ കിട്ടിയ പൈസയ്ക്ക് നമ്മൾ ആഡ് ചെയ്ത് നോക്കില്ലേ, അതിനാണ് ഈ ക്യാഷ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. The narrator means that national preference is ignored when money is involved. പൈസയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു നാഷണൽ പ്രിഫറൻസ് നമുക്ക് കാണാൻ പറ്റില്ല. വെൻ പീപ്പിൾ വോണ്ട് ടു സെൽ സംതിങ് ഓർ ടേക്ക് പേയ്മെന്റ് ദേ ഡു നോട്ട് കെയർ അബൌട്ട് എ പേഴ്സൺസ് നാഷണാലിറ്റി ഓർ ഒറിജിൻ. എന്തെങ്കിലും വിൽക്കേണ്ട കാര്യത്തിലോ അല്ലെങ്കിൽ വല്ല പേയ്മെന്റിന്റെ കാര്യം ഇൻവോൾവ് ആകുമ്പോൾ അവിടെ നാഷണാലിറ്റി എന്താണെന്നോ ഒറിജിൻ എന്താണെന്നോ ആരും നോക്കാൻ പോകുന്നില്ല. However, when it comes to offering jobs or respect, prejudice suddenly appears. This shows the hypocrisy of the society. എന്നാൽ വല്ല ജോലി കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മനുഷ്യന്മാരായിട്ട് കൺസിഡർ ചെയ്ത് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യത്തിലോ ഒക്കെ വരുമ്പോൾ അപ്പോഴാണ് ഈ നാഷണൽ പ്രിഫറൻസ് ഒക്കെ വരുന്നത്. ഹൗ ഡസ് ദ നരേറ്റർ റെസ്പോണ്ട് ടു ദ കാഷ്യർസ് റേസിസ്റ്റ് കമന്റ്? എങ്ങനെയാണ് നരേറ്റർ കാഷ്യറുടെ റേസിസ്റ്റ് കമന്റിനോട് പ്രതികരിച്ചത്? ഷീ റെസ്പോണ്ടഡ് ബൈ കൺട്രോളിംഗ് ഹർ ആങ്കർ ആൻഡ് കമന്റിംഗ് ഓൺ ദ കാഷ്യർസ് ഇഗ്നോറൻസ്, saying that the narrator was more intelligent and the cashier would not be working as a supermarket cashier if she had the same intelligence. നരേറ്ററിന് നല്ല ദേഷ്യം വന്നാലും അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് അവർ പ്രതികരിച്ചത്. എന്താണ് നമ്മുടെ നരേറ്റർ പറഞ്ഞത്? എനിക്കുണ്ടായിരുന്ന ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കാഷ്യർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നാണ്. മൈ സ്കിൻ അറ്റ്ലീസ്റ്റ് ഓൾവേസ് കീപ്സ് ഇറ്റ്സ് ഡിഗ്നിറ്റി. എന്റെ സ്കിൻ എപ്പോഴും അതിന്റെ അന്തസ് കീപ്പ് ചെയ്യാറുണ്ട്. വാട്ട് ഡസ് ദ നരേറ്റർ മീൻ ബൈ ദിസ്? എന്താണ് നരേറ്റർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? When the narrator says my skin at least always keeps its dignity, it means that, unlike the woman whose white skin turns red when she is angry or embarrassed, her own dark skin does not show such visible signs. തന്റെ മുമ്പിലിരിക്കുന്ന ആ വൈറ്റ് വുമൻ ദേഷ്യം വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് നാണക്കേടായപ്പോൾ അവരുടെ മുഖം റെഡ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ഡാർക്ക് സ്കിൻ അത്തരത്തിലുള്ള വിസിബിൾ സൈൻസ് ഒന്നും കാണിച്ചില്ല. This helps her maintaining her composure in humiliating situations. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപമാനിക്കപ്പെടുന്ന അവസരങ്ങൾ വരുമ്പോൾ എന്റെ സ്കിൻ എപ്പോഴും ആ ഒരു ശാന്തത നിലനിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. The statement reflects quite pride and emotional control despite discrimination. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുമ്പോഴും തന്റെ ഒറിജിനോടുള്ള ഒരു അഭിമാനവും പിന്നെ ഒരു ഇമോഷണൽ കൺട്രോളും ഒക്കെയാണ് നരേറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതോടുകൂടെ നമ്മുടെ സൈഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.